ഹലോ ഗൈസ്, അപ്പം നമ്മൾ TNTയുടെ ഒരു മോഡാണ് ഇപ്പം നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ പോകും. ഇതിനു മുന്നേ ഞാനൊരു പ്രാവശ്യം നോക്കി ഗൈസ്. ഇനി നമുക്ക് ഇത് ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റത്തെ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് നോക്കാം. ഏറുവടക്കം പോലെയാണ് ഗൈസ്. എൻ്റെ മൊബൈൽ ഇടിച്ചു പോകണ പോലെ വേറെ ഒന്നുണ്ട്. ഏറ്റവും അവസാന ഗൈസ് ഞാൻ കാണിക്കാൻ പോകുന്നു. അതാണ് ഏറ്റവും മാസം. നമുക്ക് അടുത്ത TNT പൊട്ടിക്കാം. ബ്ലേസിൻ്റെ TNT ആണെന്ന് തോന്നുന്നു. സോ ഗുഡ്. ഒരു മിനിറ്റ് ഗൈസ്, തീയെന്ന് എടുത്തുണ്ട്. കുട്ടി ഇല്ലാണ്ടാവാൻ കൊടുക്കണം മരുന്ന്. നമ്മൾ ഇനി അടുത്ത TNT ഇവിടെ പൊട്ടിക്കാൻ പോവാണ്. ചെന്നൈയൊക്കെ എന്തുണ്ടാവും? ഇവിടെ പോയിസണോ? പോയിസൺ ജസ്റ്റ് നല്ലതാണല്ലോ. കീൻ്റെ അടുത്തുനിന്ന് ഒന്ന് പൊട്ടിക്കാം. ഇവിടെ TNT പൊട്ടിയില്ലേ? അതെ, ഇവിടെ ആടുണ്ടോ? ഡേ ആക്കി. ഇവിടെ പോയിസൺ കൊള്ള ഗൈസ്. ഇതെന്താ? റോക്കറ്റ് TNT മൂളിക്ക് പോയി പൊട്ടു. ആ റോക്കറ്റാണത്. നോക്കാം. റോക്കറ്റ് പോലെ ഉണ്ടോ? വീഡിയോ എടുക്കുക. യൂട്യൂബ് ചെല്ലണേ. അവരാകെ 2 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ആ 2 ഒന്ന് അച്ഛനാണ്, ഒന്ന് മറ്റേ കുഞ്ഞിയാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ ബ്ലാക്ക് ഹോളോ ഉള്ളാരോ. ഇത് ബ്ലാക്ക് ഹോൾ ഉണ്ടാക്കുന്നു. മാസ ഐറ്റം എൻ്റെ അടുത്താണ്. പോലെ പോലെ അടുത്ത് അപ്പോൾ നമ്മളുടെ ഡിസ്കോ TNT കാര്യങ്ങൾ TNT കൂട്ടുമോ? എടാ എന്താ
പശുവിൻ്റെ അടുത്തുനിന്ന് നോക്കിച്ചോക്കാം. നമുക്ക് പശുവിനെ ഫ്രൈ ചെയ്തെടുക്കാം. പശുവിനെ ആടിന് പിന്നെ എന്തായാലും നമുക്ക് ഇനി അടുത്ത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയണം. ഇതൊന്നും അടയ്ക്കാം. ഇതുണ്ടോ ഗൈസ്? ഇത് ഹെൽത്തിൻ്റെ പിള്ളേർക്ക് എല്ലാ പൈസക്ക് കൂടും. പിന്നെ അതിന് നീന്തൽ പഠിപ്പിക്കാൻ എങ്ങോട്ടെങ്കിലും വിടുവോ? അതും കൂടി ഒന്ന് പറ, എന്നിട്ട് പറ. ആധാർ കാർഡൊന്നും ചോദിക്കില്ലേ? എവിടെ നിന്നാലും ഈ കൂട്ടത്തിൽ നമ്മൾ പിന്നെ നമ്മൾ കുറേ പോകും കൊതേ പോവും.
ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവൻ്റെ അച്ഛനും ഇങ്ങനെ കോപ്പി അടിയനാവും. കുതി 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 വെള്ളത്തിന് സ്പോഞ്ചാണ് കഴിച്ചത്. പാന്റിന് ഇവിടെ അങ്ങനെ എഴുതി കിട്ടോ ടീച്ചർക്ക് ഇല്ലാത്ത പൊക്കി വെച്ചിട്ട് അങ്ങനെയൊക്കെ എഴുതുക അതൊക്കെ മേലെ ഉണ്ട്. കുറേ നമ്മൾ പോയിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ വീഴാണെങ്കിൽ പിന്നെ 16 അടിയന്തര വയസ്സ്. നമുക്ക് അടുത്ത ടീം പിടിക്കാം. ഏലിയൻ ടീം ലക്കി ടീം എന്താ ലക്കി വസ്ത്രമാണ്. കയ്യൊന്ന് പൊങ്ങിട്ടു. എന്താ എന്താ
വീണട്ടെ. നല്ല ലക്ക കഴിച്ച എനിക്ക്. ഞാൻ പോവുക. അൾട്രാ TNT. അയ്യോ 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 അയ്യോ. അല്ലാതെ സിനിമയ്ക്ക് പോയില്ല. അനി ഞാൻ പറയുന്നത് കേട്ടാ മതി. നീ ഫോൺ വെച്ചേ. ഇതൊക്കെ മോനെ കരവിടുതലാ. ഇനിയുണ്ട്. ഇത് കണ്ടോ? അല്ല ഇതൊക്കെയാണോ പഠിപ്പിക്കുന്നത്? ഇതൊരു റെപ്യൂട്ടഡ് CBSE സ്കൂളാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. ഇത് ഏറ്റവും അവസാന കൈസ് കൂട്ടി. ഇവന്റെ 3 വർഷമാകുമ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ പേരും പോകും. അതുകൊണ്ട് നിങ്ങൾ തീരുമാനം ഒന്നെങ്കിൽ ഇവന്റെ ഫീസ് വാങ്ങിക്കും, അതല്ലെങ്കിൽ അവൻ ഇനി ഇതാവർത്തിക്ക് തുടങ്ങി ഉറപ്പിക്കണം. എന്താ എന്ത് ഞാനൊന്നും ചെയ്തില്ല. നിങ്ങളൊന്നും ചെയ്തില്ല. അങ്ങനെ തന്നെ പൊട്ടി. അടുത്തത് വേണ്ടി എന്താ നമ്മുടെ ലാസ്റ്റ് ഐറ്റം ഇവിടെ നിന്ന് വില്ലേജിൻ്റെ നടുക്കിലിട്ട് പൊട്ടിക്കുകയാണെങ്കിൽ പിന്നെ വില്ലേജ് പറയല്ല. ഇത് ലാസ്റ്റത്തെ TNT. എല്ലാരും ആ 4ാമത്തെ പ്രശ്നം ഒന്ന് ആൻസർ ചെയ്ത് വെക്കേ. പാട്ട്
ഇപ്രാവശ്യത്തെ നമ്മളുടെ ഒരു ടേണിട്ടും കൂടെ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഈ വീഡിയോ എത്രയുള്ളൂ ഇവിടെ വെച്ച് നമ്മൾ മൈൻഡ് അപ്പ് ചെയ്യുന്നു. പിന്നെ ഗൈസ് പിന്നെ വായന ഇവിടുത്തെ നിർത്തിനെ കോപ്പി അടിച്ച് വിളിച്ചത് അമ്മ അറിഞ്ഞാല് അറിയാലോ. ആയ നിനക്കോളാം അവിടെ ഈ സ്ഥലം തന്നെ നമ്മൾ മൊത്തം ഇതാക്കിയിരിക്കുകയാണ്. മൊത്തം സ്റ്റോണാണ്. ഇനി മണ്ണും മഴയും വേണ്ട. എന്താണ്ടാവുന്ന നിങ്ങളുടെ അമ്മയെ പറ്റി എന്താണ് അഭിപ്രായം? ഒരു നല്ല അമ്മയാണ് എനിക്ക്. ലോകത്തിലെ ഏറ്റവും നല്ല അമ്മയാണ്. മക്കളെന്താണ് അഭിപ്രായം? ഇങ്ങനെയുള്ള അമ്മയെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. എന്റെ മക്കളെ പറ്റി നിനക്ക് എന്താ അഭിപ്രായം നോക്കട്ടെ? അത് വേണ്ട, അതാണ് താല്പര്യമില്ല. മാത്ത് പോണതിന് മുമ്പ് വരാൻ വേണ്ടിട്ട് അച്ഛൻ്റെ അടുത്ത് വരുന്നിരിക്കാൻ കയറി. എത്ര കൊടുത്തു അച്ഛൻ? 300. അപ്പൊ അഞ്ഞൂറ് പോയി. ഇച്ചായനോട് ഞാനൊരു 100 തവണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നനഞ്ഞ ബോട്ടില് പട്ടിൽ കൊണ്ടുപോയി. ഞാനാണോ ആ ഇച്ചായൻ? ഒരു ഡൗട്ട്. ശനിയാഴ്ച ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിക്കോളാം. 24 മണിക്കൂർ കൂടുന്നതിന്റെ ആംഗ്ല തങ്ങളുടെ കപ്പാസിറ്റി കിട്ടില്ല. ഇന്ന് ഞാൻ പറഞ്ഞു മറന്നുപോയാ നാട്ടിൽ പരിപാടി അത് ശരി. ഓക്കെ സാറിലെ അത് വേണം. ഇരിക്കെ. സീ ഐലൻഡിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ആ എന്റെ കൂട്ടുകാരനല്ലേ, ഞാൻ രാഷ്ട്രീയക്കാരൻ. അത് കേസ് കൊടുത്തിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് അന്വേഷിക്കുന്നുണ്ട്. അത് കാര്യമാണ്. ഞാൻ നമ്മുടെ കോടതി നിയമമൊക്കെ ലഭിക്കും. അന്വേഷിച്ച് കണ്ടുപിടിച്ചത് ആ ഹോസ്പിറ്റലിൽ വിളിച്ചിരുന്നു. ഏത് കേസാ? ഇന്നത്തെ ആ ആക്സിഡന്റ് കേസിന്റെ മൊഴി എടുക്കണ്ട. ആ എല്ലാവർക്കും ബൈ.